മുഖ്യമന്ത്രി വി ഡി സതീശൻ പരാമർശിച്ച 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിൽ വിശദീകരണം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചതെന്നും സർക്കാർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായാണ് മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യമൊരുക്കിയതെന്നും വിശദീകരണമുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആധുനികമായ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാനമായ ചുവടുവയ്പായാണ് ഈ പദ്ധതിയെ സർക്കാർ കാണുന്നത്. മിഷൻ സമുദ്ര കേവലം ഒരു കപ്പൽ നിർമ്മാണ യൂണിറ്റിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചി തുറമുഖം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ തീരദേശ മേഖലയെ പ്രയോജനപ്പെടുത്തി കപ്പൽ നിർമ്മാണം, കപ്പൽ അറ്റകുറ്റപ്പണി, ഓഫ് ഷോർ ഫാബ്രിക്കേഷൻ, മറൈൻ എഞ്ചിനീയറിംഗ്, തീരദേശ നിർമ്മാണ യൂണിറ്റുകൾ, ലോജിസ്റ്റിക്സ്, മാരിടൈം സേവനങ്ങൾ തുടങ്ങി അനുബന്ധ വ്യവസായങ്ങൾ എന്നിവ ഏകോപിപ്പിച്ചിട്ടുള്ള സമഗ്ര സമുദ്ര വികസനമാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള പ്രമുഖ നിക്ഷേപകരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ചർച്ചകളിലൂടെ മികച്ച നിക്ഷേപം സമീപ ഭാവിയിൽ സംസ്ഥാനത്തേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ട്. ഓരോ നിക്ഷേപ പദ്ധതിയും അന്തിമഘട്ടത്തിലാകുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഔദ്യോഗികമായി നടത്തും. കേരളത്തെ രാജ്യത്തെ പ്രമുഖ സമുദ്രാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഉയർത്തുകയും അതിലൂടെ തൊഴിലവസരങ്ങളും വ്യവസായ വളർച്ചയും സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മിഷൻ സമുദ്ര യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ആഗോള നിലവാരത്തിലുള്ള മത്സരക്ഷമമായ മാരിടൈം മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റം കേരളത്തിൽ വികസിപ്പിക്കുന്നതിനും ഇതുവഴി സംസ്ഥാനത്തിന്റെ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ ഒരുക്കുന്നതിനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ സർക്കാർ വ്യക്തമാക്കി. അതേസമയം ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി നിക്ഷേപിക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തെറ്റായ പ്രസ്താവന കേരളത്തിന് അവമതിപ്പുണ്ടാക്കിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് പ്രതികരിച്ചു. ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പരസ്യമായി തള്ളിപ്പറയേണ്ട സാഹചര്യം ടാറ്റയുടെ ചരിത്രത്തിൽ ആദ്യമാകുമെന്നും രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ടാറ്റ കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിന് താൽപര്യം പ്രകടിപ്പിച്ചെന്നും 10,000 കോടിയുടെ പദ്ധതിക്ക് സ്ഥലം നൽകുമെന്നും പറഞ്ഞത് സതീശൻ ഇപ്പോൾ മാറ്റി പറയുന്നു. മിഷൻ സമുദ്രയിൽ വിവിധ പദ്ധതികളിലൂടെ വരും വർഷങ്ങളിൽ ആകെ പ്രതീക്ഷിക്കുന്ന നിക്ഷേപമാണ് ഇതെന്നാണ് പുതിയ വിശദീകരണം. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഐലൻഡിൽ സ്ഥാപിക്കുന്ന പദ്ധതിയെക്കുറിച്ചും പറഞ്ഞു. അത് 2 മാസത്തിനിടെ ഉണ്ടായതല്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ടാറ്റയുടെ ഉപ കമ്പനികളിലൊന്നായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും മലബാർ സിമന്റ്സും ഒപ്പുവെച്ചതാണ്. 500 കോടി മുതൽ മുടക്കുള്ള ബോട്ട് നിർമ്മാണശാലയാണത്. 3,700 കോടിയുടെ പദ്ധതിയുടെ കരാർ 2025 ഫെബ്രുവരിയിൽ ഒപ്പിട്ടതാണ്. പദ്ധതിക്കായുള്ള ലാൻഡ് ക്ലിയറൻസ് നടപടി മുൻ സർക്കാർ ആരംഭിച്ച് ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലെത്തി. അതും തന്റെ സമുദ്ര പദ്ധതിയുടെ നേട്ടമായി സതീശൻ അവകാശപ്പെട്ടേക്കാമെന്നും പി രാജീവ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.